ഇനി നമുക്കൊരു കാളൻ ഉണ്ടാക്കി നോക്കിയാലോ? കാളൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കഷ്ണം ചേന, ഒരു ഏത്തക്കായാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏത്തക്കായും ചേനയും ഒരു സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കണം. വലിപ്പം കൂടാനും പാടില്ല, അതായത് തീരെ ചെറുതാവാനും പാടില്ല. ഇത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ നമുക്കൊരു അരപ്പുണ്ടാക്കാം. അരപ്പുണ്ടാക്കാനായിട്ട് വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ തേങ്ങ, ഒരു കപ്പ് തേങ്ങ, ഒരു 5-6 കുരുമുളക്, കുറച്ച് ജീരകം, ഒരു പച്ചമുളക്, വെളുത്തുള്ളി. സാധാരണ കാളലിന് സദ്യക്കൊന്നും ഇടാറില്ല, പക്ഷെ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനായ കാരണം നമുക്ക് ഇടാം കേട്ടോ. നല്ല പോലെ മഷി പോലെ തൈരും ചേർത്ത്, ഒരു അരക്കപ്പ് തൈരും ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ ഞാൻ 2 സ്പൂൺ തൈര് എക്സ്ട്രാ ഞാൻ ഉടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ടല്ലോ. തൈര് ഉടച്ച് വെച്ചിട്ടുണ്ട്, അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കറി നോക്കാം. അപ്പോൾ നമ്മുടെ കായും ചേനയും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും ഇത് വേവാനായിട്ട്. നോക്കിയപ്പോൾ ചേന നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റേജിലുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഒരു 2 സ്പൂണ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തൈരും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഉടച്ച് ചേർത്ത് ഇങ്ങനെ ഇതിൽ കറിയിലിട്ട് നല്ലപോലെ പിരിയാത്ത വിധത്തിൽ ഇങ്ങനെ ഇളക്കി എടുക്കണം. എന്തിനാണ് ഈ സ്റ്റേജിൽ നമ്മൾ തൈര് ചേർക്കുമ്പോഴുണ്ടല്ലോ, ഈ തൈരിൻ്റെ ആ ടേസ്റ്റൊക്കെ കായയിലും ചേനയിലും പിടിക്കും, ആ കറിയിലും പിടിക്കും. അപ്പോൾ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഈ തൈരൊക്കെ നല്ലപോലെ കറിയിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കാളന്. അപ്പോൾ അത് എല്ലാം പിടിച്ച് സെറ്റായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ തേങ്ങയുടെ, അതും കൂടി ചേർത്ത് നല്ല പോലെ കുറുക്കിയെടുക്കും. ഈ നമ്മൾ കുറുക്കാളിൻ്റെ മെയിൻ പണിയുള്ളത് ഈ സ്റ്റേജിലാണ് കേട്ടോ. നമ്മൾ ഈ കാളൻ തേങ്ങയും കൂടിയിട്ട് നല്ലപോലെ കുറുക്കി ഇങ്ങനെ എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കാളിന് കുറുക്ക് കാളെന്ന് പറഞ്ഞത്. കണ്ടപ്പോൾ നല്ലപോലെ കുറുക്കിയെടുത്ത് ഇങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. സാധാരണ സദ്യക്കൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കും. ഞാൻ പക്ഷെ അത്രയ്ക്കാണ്ട് വറ്റിക്കണില്ല. ഈ കാളെന്ന് പറഞ്ഞ് നമ്മൾ സദ്യയിൽ കാളൻ വിളമ്പുമല്ലോ, അപ്പം ഇങ്ങനെ വിളമ്പുമ്പോൾ ഒരു സ്പൂണ് കാളൻ ഇട്ടാൽ അത് ആ വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം, അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ പാടില്ല. അതാണ് ശരിക്കും കാളൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനായതുകൊണ്ട് ഞാനങ്ങനെ വെച്ച പോലെ ഇരിക്കുന്ന പോലെ ഉണ്ടാക്കണില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ചേർത്ത് താളിച്ച് കറിയിലൊഴിക്കാം. ഇപ്പം ഇത്തിരി ലൂസായിരുന്നാലും ഈ കാളൻ ഇരുന്നൊന്ന് കുറുകി വരും കേട്ടോ. നല്ല കുറുക്കിയ പോലെയായിട്ട് വരും. ഇത്രയേ ഉള്ളൂ കാളൻ ഉണ്ടാക്കാൻ. ഈസിയാണ്. കുറുക്കാനുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം സെയിമാണ്. നമ്മുടെ മോരുകറിയുടെ വേറൊരു വെർഷൻ കുറുക്ക് കാളൻ. കുറച്ച് കഴിയുമ്പോൾ കാണാം ഇരുന്ന് കട്ടയായിട്ട് വരുന്നത് കാണാം. ഈ കാളൻ മാത്രം മതിയിട്ട് നമുക്ക് ചോറുണ്ണാനായിട്ട്. ഒരു കാളൻ, ഒരു ഉപ്പേരി, ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ വറ്റൽമുളക്, ഒരു അച്ചാറൊക്കെയും കൂട്ടിയിട്ട് ചോറിന് നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഇന്ന് അങ്ങനെയാണ് ചോറ് കഴിക്കുന്നത്. ചോറ്, കുറച്ച് കാളൻ, പിന്നെ ഒരു ഉപ്പേരി, പപ്പടം. ഈ പപ്പടം നമ്മളിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വറ്റലിവിടെ ഉണ്ടാക്കിയത്, അച്ചാർ. ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കായയുടെ തൊലി ഉണ്ടാവുമല്ലോ, ആ തൊലിയും പയറും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഇത്. കാളൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.